السلام عليكم ورحمة الله وبركاته. أحبائي الكرام، معكم أخوكم مرشد. بهذا الفيديو أنا أريد وأحب أن أشارك أمامكم تجربتي مع النحو الوالي. أولا أنا أعرف بنفسي، كما ذكرت وقلت من قبل أنا مرشد، أنا قادم من بلنغوت قريب من بوناني من مقاطعة ملابورا، ودرست البكالوريوس في قسم اللغة العربية في كلية صباح العربية. وبعد دراسة البكالوريوس درست الماجستير في القسم اللغة العربية من جامعة شري شنكراچاريا بكالري. الآن أنا أعمل كالأستاذ المساعد في قسم اللغة العربية في كلية صباح العربية التي درست البكالوريوس. وهكذا قبل أن أشارك حياتي مع النحو الوالي مع اللغة العربية، أنا أشكر لله تعالى ألف مرة. وبعد ذلك أنا أشكر للأستاذ المساعد في كلية صباح العربية أيضا الأستاذ عبيد الله صلاحي. أنا أشكر لعبيد الله صلاحي أيضا، هو ساعدني كثيرا في دراسة اللغة العربية، في دراسة النحو الوالي. وأنا أشارك في اللغة الأمنا، أنا أشارك أمامكم في اللغة المليالمية. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളൊരു കാരണം, എൻ്റെ ഒരു നഹ്വിൻ്റെ ഒരു പഠനം അത് നിങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ എങ്ങനെ ഞാനത് പഠിച്ചു, എങ്ങനെ ഞാനത് നേടിയെടുത്തു, അല്ലെങ്കിൽ അതിൻ്റെ വശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാനും അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താനും പങ്കുവെക്കാനുമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഞാൻ 2 വർഷം പ്രിലിമിനറി കഴിഞ്ഞു അറബി മേഖലയിൽ, അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞു അറബി വിഷയത്തിൽ തന്നെ. അങ്ങനെ MA വിഷയം, ബിരുദാനന്തര വിഷയങ്ങളും ഈ പറയുന്ന അറബി തുടങ്ങിയ വിഷയങ്ങളായിരുന്നു ഞാൻ എടുത്തിരുന്നത്. എന്നിരുന്നാലും എന്നെ സംബന്ധിച്ച് 7 വർഷത്തോളം ദൈർഘ്യമുള്ള എൻ്റെ ഈ അറബി പഠന കാലയളവിൽ ഓരോ മേഖലയിലും നഹ്വ്, അതായത് അറബി ഭാഷയുടെ വ്യാകരണ വിഷയങ്ങൾ പഠിക്കുക എന്നത് നിർബന്ധ വിഷയമാണ്. അത് പഠിക്കാതെയും അതിൻ്റെ പരീക്ഷ എഴുതാതെയും നമുക്ക് മുന്നോട്ട് പോകാനോ വിജയിക്കാനോ കഴിയില്ല. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്, ഞാൻ എൻ്റെ പ്രിയ അധ്യാപകൻ ഉബൈദുള്ള സ്വലാഹിയിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു യൂട്യൂബ് ലിങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നഹ്വ് പഠിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളുണ്ട്, ഏകദേശം യൂട്യൂബിൽ 202 ക്ലാസ്സുകൾ. മദീന യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് പഠിപ്പിക്കപ്പെടുന്ന അറബി പുസ്തകം അൽ അറബിയ ലിഗൈരി നാത്തിഖീൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നഹ്വ് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോയാണ് ഞാൻ കേട്ടു തുടങ്ങിയത്. ഏകദേശം 1 വർഷവും 4 മാസം കൊണ്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലെല്ലാം ഏകദേശം ഞാൻ കിട്ടുന്ന നേരങ്ങളെല്ലാം അത് കേട്ട് മെല്ലെ അങ്ങനെ അത് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ എന്നെ സംബന്ധിച്ച് അതൊരു പണച്ചെലവോ ഏതെങ്കിലും അക്കാഡമിയിൽ ചേരുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സപ്പോർട്ട് ആവശ്യപ്പെടുകയോ ചെയ്യേണ്ടല്ലോ. ജസ്റ്റ് ഒരു വീഡിയോ കാണാൻ നമുക്ക് പഠിക്കാം. മറ്റുള്ള ഏകദേശം പല ആളുകളും പല രീതിയിലും നഹ്വ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പല അക്കാഡമികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പൈസ ഈടാക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ യൂട്യൂബ് ലിങ്കിൽ നിന്ന് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് നമ്മൾ നഹ്വ് പഠിക്കുന്നു എന്ന് മാത്രം. ഏകദേശം ഒരു നഹ്വ് പഠിച്ച അല്ലെങ്കിൽ കുറച്ചൊക്കെ പഠിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് ഞാൻ പറയണം, കുറേയൊക്കെ ദീർഘമായിട്ടുള്ളൊരു ക്ഷമ വേണം, അതേപോലെ തന്നെ ഒരു ആഗ്രഹവും ഒരു താല്പര്യമൊക്കെ ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അത് പഠിച്ചു തീർക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, എന്നെ സംബന്ധിച്ച് ഈ അറബിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പഠിപ്പിക്കൽ മേഖലയിലേക്ക് ഞാൻ എത്തുമ്പോൾ, നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ MA പഠിച്ചു എന്നതൊക്കെ ശരിയാണ്, പക്ഷെ അത് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഗ്രാമർ വശങ്ങൾ നമുക്ക് മനസ്സിലായാൽ തന്നെയാണ് അല്ലെങ്കിൽ കൃത്യമായി നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പഠന വിഷയങ്ങളെ അല്ലെങ്കിൽ ഗ്രാമർ വിഷയങ്ങളെ പഠിക്കുവാനുള്ള ഒരു അന്വേഷണം, ഒരു തേട്ടം മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രിയപ്പെട്ട അധ്യാപകൻ ഈ യൂട്യൂബ് ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യുകയും അതുവഴി ഇങ്ങനെ ക്ലാസ് കേട്ട് തുടങ്ങുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഏകദേശം നമുക്ക് ചെറിയ രീതിയിലെങ്കിലും അറബിയൊക്കെ ജസ്റ്റ് തിരിച്ചറിയാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനൊക്കെ ഒരു പാകം, അല്ലെങ്കിൽ ആ ഒരു പാകത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ്
എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ അതിൻ്റെ മുമ്പ് ഞാൻ എന്തായിരുന്നു അല്ലെങ്കിൽ അതിന് ശേഷം ഞാൻ ഇപ്പോൾ എന്താണ് എന്നതെല്ലാം എനിക്ക് കൃത്യമായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ കോളേജിലെല്ലാം ഇപ്പോൾ അറബി കോളേജ് അറബി കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് MA പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഈ അറബി കോളേജിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ ആദ്യമായിട്ടൊക്കെ ബുക്ക് കാണുമ്പോൾ നമുക്കൊരു ടെൻഷനായിരുന്നു. ഇതെങ്ങനെ കുട്ടികൾ പറഞ്ഞു കൊടുക്കും, ഗ്രാമർ പരമായിട്ട് അല്ലെങ്കിൽ ബോർഡ് തെർക്കി ബോർഡ് കൂടി എങ്ങനെയാണ് കുട്ടികൾക്ക് ഇത് വായിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ ടെൻഷനായിരുന്നു. പക്ഷേ ഈ ക്ലാസ്സുകളെല്ലാം കേട്ട് തുടങ്ങിയപ്പോഴാണ് പിന്നെ അതൊരു കോൺഫിഡൻ്റായി. ഓരോന്നിൻ്റെയും തെർക്കീബ്, ഓരോന്നിൻ്റെ വായന എങ്ങനെയാണ്, ഇതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇതെന്തെങ്ങനെ വരാത്തത് എന്നുള്ള ചിന്തയിലേക്കെല്ലാം നമ്മളെ കൊണ്ടുവരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബ് വീഡിയോ എന്നെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് യാതൊരു ചിലവുമില്ല. നമുക്ക് വൈഫൈ ഉള്ളവരുണ്ടാവും, വൈഫൈ ഇല്ലാത്തവരുണ്ടാവും. ഓരോ ആളുടെ കയ്യിലും ഡാറ്റ ഇല്ലാത്തവരില്ല. വെറുതെ നമ്മൾ അനാവശ്യമായിട്ടുള്ള വീഡിയോകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അറബി പഠിക്കാനും അറബി അറിയാനൊക്കെ താല്പര്യമുള്ളവർ, അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് പറയാനുള്ളത്, വായിക്കാനും എഴുതാനും അറിയുന്ന ഒരാൾക്കാരെ സംബന്ധിച്ച് പിന്നെ അറബി ഗ്രാമറിനെ കൈകാര്യം ചെയ്യുന്ന ആളുകളായി മാറുന്ന രീതിയിലേക്ക് അത്രയും എളുപ്പത്തിലാണ് ആ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഡിഗ്രി പഠിച്ച് അല്ലെങ്കിൽ ഡിഗ്രി അറബിയിൽ പഠിച്ചു അല്ലെങ്കിൽ അതേപോലെ തന്നെ MA അറബി പഠിച്ചു എന്നതൊക്കെ ശരി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പഠനത്തിൻ്റെ മികവ് കൊണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കലിൻ്റെ ഒരു മികവ് കൊണ്ട് വായിക്കാനും എഴുതാനും മാത്രം അറിയുന്നവർക്ക് പോലും ഈ നഹ്വ്, അതായത് അറബിക് ഗ്രാമറിനെ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് നേടിയെടുത്ത ഒരാൾ എൻ്റെ ഒരു അനുഭവം എന്ന രീതിയിൽ ഞാൻ പങ്കുവെക്കുകയാണ്. ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ എൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ ഈ ഒരു പഠനത്തിൻ്റെ യൂട്യൂബ് ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾ ആദ്യമായി പറയാനുള്ളത്, ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളത് കൃത്യമായി കേൾക്കാനുള്ള ഒരു ക്ഷമ വേണം. അത് വളരെ പ്രധാനമാണ്. ഞാൻ കേട്ട് കഴിഞ്ഞത് ഏകദേശം 1 വർഷവും 4 മാസവും എടുത്തിട്ടാണ്. പിന്നെ അത് രസമായി തോന്നിയാൽ നമുക്ക് ഏത് സമയമാണ് നമുക്ക് ഫ്രീ കിട്ടുന്നത് ആ സമയം നമ്മൾ കേൾക്കാൻ തുടങ്ങും. അത് രസമായി തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതായാലും ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നുണ്ട്. കാരണം അത് ഇങ്ങനെയൊക്കെ ആകാൻ കഴിഞ്ഞു എന്നതൊക്കെ ഒരു നിമിത്തമാണ്. നമ്മൾക്കൊരിക്കലും ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിനോട് താല്പര്യം ഉണ്ടാവുമോ എന്നൊന്നും നമ്മൾക്കറിയില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അൽഹംദുലില്ലാഹ് കുറച്ചൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവിലേക്ക് മെല്ലെ മെല്ലെ പിച്ച വെച്ച് എത്തിത്തുടങ്ങുന്നു. അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കുറച്ച് ദൈർഘ്യമുണ്ടെങ്കിൽ ഞാനിത് പങ്കുവെക്കുന്നത്. നിങ്ങൾക്കിത് ഉപകാരപ്പെടട്ടെ. ഖുർആനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറബിയൊക്കെ മനസ്സിലാക്കാനും അറബിയുടെ ആശയം മനസ്സിലാക്കാനും ഒക്കെ വളരെ പ്രധാനമാണ്. നമ്മൾ മുസ്ലിംസ് ഈ ഒരു വിശ്വാസമുള്ള ആളുകൾ എന്ന രീതിയിൽ, ഒരു മുസ്ലിം മത വിശ്വാസികൾ എന്ന രീതിയിൽ വിശുദ്ധ ഖുർആനൊക്കെ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. നമുക്ക് ഉദാഹരണം, നമുക്ക് അറബി പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ, അങ്ങനെയൊന്നുമല്ല. വായിക്കാനും എഴുതാനൊക്കെ അറിഞ്ഞാൽ മതി. നമുക്ക് ഈ തരത്തിലേക്ക് ഈ അറബി ഭാഷ പഠിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ആ കഴിവിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലാസ്സുകളൊക്കെ. എന്തായാലും നിങ്ങൾക്കത് സഹായകരമാകട്ടെ എന്നതാണ് എൻ്റെ ഒരു വീഡിയോ കൊണ്ടൊക്കെ ഉദ്ദേശം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വഅതമന്ന മിൻകും അയ്യാമൻ സഈദൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.